അപമാനഭാരത്തിനുമേൽ അവൾ ഒരു തീനാളം കാത്തുവെച്ചു. ലോകത്തിനു മുന്നിൽ തലയുയർത്താനാകാതെ ഡഗ്ഔട്ടിലേക്ക് മടക്കം. അപമാനമേറ്റുവാങ്ങിയ ഒരു പെണ്ണിന്റെ മധുര പ്രതികാരത്തിന്റെ ഹൃദയം കൊണ്ടെഴുതിയൊരു കഥയാണിത്. സ്വന്തം ടീമിനായി കഴിവിനപ്പുറം നൽകിയിട്ടും അവിശ്വാസത്തിന്റെ അളവുകോലിൽ അളന്ന് മൈതാനത്ത് നിന്നവർ തിരിച്ചു പിടിച്ചു. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ അവിശ്വാസത്തിനുമേൽ അവളുടെ വിപ്ലവം പിറന്നു. ഹർലിൻ ഡിയോൾ, ഇന്ത്യൻ ടീം അംഗം, വുമൻസ് പ്രീമിയർ ലീഗിൽ യുപിയുടെ 3-ാം നമ്പർ ബാറ്റർ. ഡൽഹിക്കെതിരെ 37 പന്തിൽ 47മായി ഡിയോളിന്റെ ഇന്നിംഗ്സ്. ഓവർ 3 ബാക്കി നിൽക്കെ ഡിയോളിൽ നിന്നുതിരുന്ന വിസ്ഫോടന ബാറ്റിംഗ് കാത്തിരുന്നവരെ നിങ്ങൾക്ക് തെറ്റി. ഡഗ്ഔട്ടിൽ നിന്ന് കോച്ച് അഭിഷേക് നായർ മൈതാനത്ത് നിന്ന് തിരികെയെത്താൻ ആവശ്യപ്പെടുന്നു. ക്രിക്കറ്റ് പ്രേമികളെയും ഡിയോളിനെയും ഒന്നാകെ അമ്പരപ്പിച്ച നിമിഷങ്ങളാണ്. തന്നെയാണോ എന്ന സംശയത്തിൽ ഒരിക്കൽ കൂടി ഡിയോൾ ചോദിക്കുന്നതും കാണാം. വൈകാരിക നിമിഷങ്ങൾ ഉള്ളിലലട്ടിയവൾ തിരികെ നടന്നു. ഒരു ക്രിക്കറ്ററുടെ ആത്മവിശ്വാസത്തെ വ്രണപ്പെടുത്താൻ ഇതിനുമപ്പുറം എന്താണ് വേണ്ടത്? പക്ഷേ പിന്നീടുള്ള 3 ഓവറുകളിൽ യുപിക്ക് നേടാനായത് വെറും 13 റൺസുകൾ. കൂട്ടത്തകർച്ച. ഹർലിനെ തിരിച്ചു വിളിച്ച തീരുമാനം പരാജയത്തിലാണ് എത്തിച്ചതും. സമൂഹ മാധ്യമങ്ങളിൽ ഡിയോൾ നിറഞ്ഞു നിന്നു. ജയപരാജയങ്ങൾക്കപ്പുറം ട്രോളുകളിൽ അവളും ചേർത്തുവെക്കപ്പെട്ടു. എന്നാൽ ഹൃദയത്തിലേറ്റ മുറിവുണക്കാൻ കാത്തിരിക്കേണ്ടി വന്നത് വെറും 24 മണിക്കൂറുകളാണ്. തലേന്ന് രാത്രി അപമാനിക്കപ്പെട്ട് മടങ്ങിയ അതേ മൈതാനത്ത് മുംബൈക്കെതിരെ ഡിയോൾ ഇറങ്ങി. 161 ലക്ഷ്യത്തിലേക്ക് ഓഫ് സൈഡിൽ ഒരു വിസ്മയം തീർത്ത ഡിയോളിന്റെ എത്ര കണ്ടാലും മതിവരാത്തൊരു ഇന്നിംഗ്സ് ആണ്. 11 പന്തുകൾ ശേഷിക്കെ ലക്ഷ്യമെത്തിപ്പിടിച്ച ആദ്യ വിജയത്തിന്റെ മധുരം നുണഞ്ഞ് യുപിയുടെ ആ സ്കോർ ബോർഡിലേക്ക് നോക്കുക. 39 പന്തുകളിൽ 64മായി അജയ്യയായി അപമാനഭാരം വിജയരാവിൽ അലിയിച്ച് എന്തൊരു മറുപടിയാണത്! തന്നിലെ പ്രതിഭയെ അവിശ്വസിച്ച ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ഒരു പെണ്ണിന്റെ മധുര പ്രതികാരമാണ്. അവളുടെ ക്രിക്കറ്റ് വിരുന്ന് ആസ്വദിക്കുന്ന അഭിഷേകിലേക്ക് ക്യാമറ കണ്ണുകൾ നീണ്ടു. കുറ്റബോധത്തിന്റെ കണികയെ മറച്ച ആ അഭിനന്ദന നിമിഷങ്ങൾക്ക് പക്ഷേ അവളുടെ വിജയഗാഥയോളം നേർപ്പകിട്ടുണ്ടായതേയില്ല. നഷ്ടപ്പെടുന്ന വിശ്വാസം അതിലും ദൃഢമായി ഊട്ടിയുറപ്പിക്കുന്ന മനുഷ്യരുടെ പോരാട്ട വീര്യത്തിന് അനിർവചനീയതയിലെ ഉയർത്തെഴുന്നേൽപ്പെന്നാണ് കാലം വാഴ്ത്തിപ്പാടുക.